ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ നോമ്പൊക്കെ അല്ലേ, നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സബ്ജ സീഡ്സ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചാൽ മതി. ഇതിനൊരു കൊഴുപ്പുണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാലിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചവ്വരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സും ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിളും ഓറഞ്ചൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.